So dear students, in the last class we were learning about the systematic procedure for identification of point groups. Now let us discuss some examples. And we can do some examples as assignment also. So first is water. Water as the structure which is shown here. So we start from the top of the tree. This tree, we start from here and we end up somewhere here. Okay. So let us start from this point, whether the molecule is linear or not, yes or no question. Okay. So whether this molecule is linear, no. Linear ആണോന്ന് ചോദിച്ചിരിക്കണേ, linear അല്ല. 2 or more CNs ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. 2 or more CNs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. അതിൽ n greater than 2 വരണം. നമുക്കറിയാവുന്നതാണ് ഇതിന് C2 ആക്സിസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നോ, n greater than 2 അല്ലാത്തതുകൊണ്ട് നോ എന്ന് പറഞ്ഞ ചോദ്യം ഉത്തരം വന്നു. ഇനി CN ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. CN ഉണ്ടോന്നുള്ള ചോദ്യത്തിന് യെസ് എന്നാണ് ഉത്തരം. അപ്പൊ H2 ആസ് എ C2 റൊട്ടേഷൻ ആക്സിസ് n is equal to 2. നമുക്കറിയാവുന്നതാണ് ഇതിന് ഉള്ള റൊട്ടേഷൻ ആക്സിസ് C2 ആണ്. സെലക്ട് ഹയസ്റ്റ് CN എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹയസ്റ്റ് CN എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, C2 തന്നെയാണ്. ഇനി NC2s പെർപെൻഡിക്കുലർ ടു CN ഉണ്ടോന്ന് ചോദിച്ചിരിക്കുകയാണ്. അതായത് ഇതാണ് C2 ആക്സിസ് എന്ന് പറയുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏതെങ്കിലും C2 ആക്സിസ് ഉണ്ടോന്ന് ആ ചോദ്യത്തിന് ആർ there 2 more C2 ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ C2 ആക്സിസ് എന്നാണ്. നോ ആണ്. പിന്നെ അടുത്ത ചോദ്യമാണ് സിഗ്മ എച്ച് ഉണ്ടോന്നാണ്. സിഗ്മ എച്ച് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കാരണം ഇതിന് സിഗ്മ എച്ച് വരില്ല, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് n സിഗ്മ വീസ് ഉണ്ടോന്നാണ്. അതായത് n എന്ന് പറയുന്നത് ഇവിടെ C2 ആയതുകൊണ്ട് 2 ആയിരിക്കും. 2 സിഗ്മ വീസ്. ആ ചോദ്യത്തിന് ഉത്തരം യെസ് ആണ്. കാരണം എന്താ, H2 has 2 vertical mirror planes, 2 CVs ഉണ്ട് ഇതിന്. ഇങ്ങനെയുള്ളൊരു CV, ഇങ്ങനെയുള്ളൊരു CV ഉണ്ട്. 2 വെർട്ടിക്കൽ പ്ലെയിൻസ് ഉള്ളതുകൊണ്ട് അത് ചോദ്യത്തിന് ഉത്തരം യെസ് എന്നാണ്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് ഐഡന്റിഫൈഡ് ആയി CNV ആണ്. CNV is the point group because we have identified n is equal to 2 for water and so the answer is 2V. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് വാട്ടറിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C2V ആണ്. നമ്മൾ പഠിച്ച എക്സാമ്പിൾസിൽ നമ്മൾ കൺസിഡർ ചെയ്തതാണ്. അപ്പൊ എക്സാമ്പിൾസ് ആയിട്ട് ഈ ഫ്ലോ ചാർട്ട് വഴി പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ എക്സാമ്പിൾസ് ആയിട്ട് കമ്പയർ ചെയ്യുക. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത് ഈ പോയിന്റ് ഗ്രൂപ്പിൽ പെടുന്നതായിരിക്കും. അങ്ങനെ പോയാലും മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം. അമോണിയ ആണ്, NH3 ആണ്. ഈ മോളിക്യൂളിന്റെ സിമെട്രി എലമെന്റ്സ് ഐഡന്റിറ്റി ഉണ്ട്. ഈ എല്ലാവർക്കും ഉള്ളതാണ്, അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് C3 ആക്സിസ് ആണ്. ഇതാണ് C3 ആക്സിസ് കാണിച്ചിട്ടുണ്ട്, ഈ ആക്സിസ്. ഇനി 3 സിഗ്മ വി പ്ലെയിൻസ് ഉണ്ട്. സിഗ്മ വി അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഒരെണ്ണം ഈ ഹൈഡ്രജനിലൂടെ പോണതുണ്ട്, മറ്റേ ഹൈഡ്രജനിലൂടെ അങ്ങനെ 3 സിഗ്മ വി പ്ലെയിൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാവുന്നതാണ് ഇതിന്റെ സിമെട്രി എലമെന്റ് പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C3V ആണ്. അല്ലെങ്കിൽ ട്രീയിലൂടെ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, ട്രീ എന്ന് വെച്ചാൽ ഫ്ലോ ചാർട്ടിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നോ. 2 or more CNs ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. നോ. CN ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, CN ഉണ്ട്, അത് C3 ആണ്. C2 പെർപെൻഡിക്കുലർ ടു C3 ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, നോ ആണ് ആൻസർ. സിഗ്മ എച്ച് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. നോ ആണ് ആൻസർ. n സിഗ്മ വീസ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് ആണ് ആൻസർ. നമുക്കറിയാവുന്നതാണ് 3 സിഗ്മ വീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് CNV ആയിരിക്കും. ഇവിടെ N3 ആയതുകൊണ്ട് പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C3V. പോയിന്റ് ഗ്രൂപ്പ് ഫോർ അമോണിയ C3V. അങ്ങനെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ മോളിക്യൂൾസും എന്തായിരിക്കും, C3Vയിൽ പെടുന്നതായിരിക്കും. അപ്പൊ ഞാൻ അസൈൻമെന്റിൽ ഇതുപോലെയുള്ള മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാവുന്നതാണ്. അങ്ങനെയുള്ളവരുടെയൊക്കെ പോയിന്റ് ഗ്രൂപ്പ് C3V ആയിരിക്കും. In
In both examples so far, we have to answer questions concerning the minor planes, or sorry, not the minor, the mirror planes. Is it sigma h or sigma v? Sigma h are perpendicular to the main rotation axis. Sigma h എന്ന് പറയുന്നത് ഇതാണ് മെയിൻ റൊട്ടേഷൻ ആക്സിസ് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും സിഗ്മ എച്ച്. സിഗ്മ വീസ് ആർ പാരലൽ ടു ദ മെയിൻ റൊട്ടേഷൻ ആക്സിസ്. ഇതാണ് മെയിൻ റൊട്ടേഷൻ ആക്സിസ് വാട്ടറിന്റെ. അപ്പൊ സിഗ്മ വി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ ഓഫ് ദ മോളിക്യൂൾ ആണ്, രണ്ട് ഇങ്ങനെ പോകുന്നതാണ്. അതൊക്കെ പാരലൽ, ഇതാണ് പാരലൽ അല്ലേ, ഇതാണ് C2 എങ്കിൽ അതിന് പാരലായിട്ട് തന്നെ വരുന്നത് ഈ സിഗ്മ വീസും. അപ്പൊ H2Oന് E ഉണ്ട്, C2 ഉണ്ട്, രണ്ട് സിഗ്മ വി ഉണ്ട്. അതുകൊണ്ട് H2Oന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താണ്? C2V. വേറൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്യാണ്. പ്ലെയിനാർ മോളിക്യൂൾ ആണ്, ഒരു പ്ലെയിനിൽ തന്നെയുള്ള ഒരു മോളിക്യൂൾ ആണ് BF3, ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ഫ്ലോ ചാർട്ടിലൂടെ പോകുമ്പോൾ ലീനിയർ ആണോ? അപ്പൊ നോ, ലീനിയർ അല്ല. 2 or more CNs ഉണ്ടോ? N greater than 2 ആണോ? നോ, കാരണം ഇതിനൊരൊറ്റ റൊട്ടേഷൻ ആക്സിസ് ഉള്ളൂ, അത് C3 ആണ്. CN ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്, അത് യെസ് ആണ്. ഏതാണ് CN? C3 ആണ്, അതായത് N equal to 3 ആണ്. Are there 3 C2s perpendicular to C3? C2 ഉണ്ടോന്ന് ചോദിച്ചിരിക്കുക. C2 ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ഇതിലൂടെ പോകുന്ന ഒരു C2 ഉണ്ട്, ഈ BFലൂടെ പോകുന്ന ഒരു C2 ഉണ്ട്, പിന്നെ ഈ BFലൂടെ പോകുന്ന ഒരു C2 ഉണ്ട്. അങ്ങനെ 3 C2s ഉണ്ട്. 3 C2s ഉള്ളത് കാരണം യെസ് എന്ന് പറഞ്ഞ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സിഗ്മ എച്ച് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. സിഗ്മ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി, പ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് സിഗ്മ എച്ച്. ഈ പ്ലെയിൻ ഓഫ് ദ മോളിക്യൂൾ ആണ് സിഗ്മ എച്ച്. അത് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ആണ് വരിക. അപ്പൊ ഇതിന്റെ DNH വരും. DNHൽ N എന്താ വരിക? N3 ആയിരിക്കും, കാരണം പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C3 ആണ്. അപ്പൊ N equal to 3. So the point group for BF3 is D3H. D3H ആണ് കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെ ഈ ഷേപ്പിൽ വരുന്ന എല്ലാ മോളിക്യൂൾസിനും നമുക്ക് എന്ത് ഇടാവുന്നതാണ്? D3H എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പ് ഇടാവുന്നതാണ്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്തിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഗ്രൂപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇനി വരുന്നത് കുറച്ച് എന്താ പറയാ, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ്ഡ് ഔട്ട് ആണ്. അതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ ചോദിക്കാൻ സാധ്യതയില്ല. ഈ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തത് പഠിക്കുക, സോൾവ് ചെയ്തതൊന്ന് പഠിച്ചു വെച്ചോളുക, കാരണം അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ഇത് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ഫ്ലോ ചാർട്ട് വഴി പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെയുള്ള വേറെ മോളിക്യൂൾസ്, നമ്മൾ 10-25 മോളിക്യൂൾസിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പോയിന്റ് ഗ്രൂപ്പ് കണ്ടെത്താൻ നോക്കാം. ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ട് വെക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ തരുന്നത്. അതിൽ നിന്ന് നോക്കി വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. ഇനി അത് പറ്റിയില്ലെങ്കിൽ സംശയങ്ങൾ ചോദിച്ചോളുക. ഒരെണ്ണം മാത്രം ഞാനിവിടെ വർക്ക്ഔട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യാം. Identify the Schonfly symbol for the point group to which the molecule belongs in each of the following cases. First one is H2S angular. Angular എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, H2O പോലെ തന്നെ വരും. അതുകൊണ്ട് H2Oന്റെ തന്നെ പോയിന്റ് ഗ്രൂപ്പ് ആണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. C2 axis ഉണ്ട്. There are no C2 axis perpendicular to the above axis. No sigma H is present, but 2 sigma V's are present. Hence the point group is C2V. അങ്ങനെ നമുക്ക് C2V എന്ന് കണ്ടെത്താവുന്നതാണ് H2S angular. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്താലും മതി. അടുത്ത PCl3 ആണ്, പിരമിഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്ക്? അമോണിയ പിരമിഡൽ അല്ലേ, അമോണിയ ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത 135 ട്രൈ ബ്രോമോ ബെൻസീൻ ആണ്, പ്ലെയിനാർ മോളിക്യൂൾ ആണ്. PF5 ഉണ്ട്, ട്രൈഗണൽ ബൈപിരമിഡൽ ആണ്. സ്ട്രക്ചർ വരച്ച് നോക്കേണ്ടി വരും. XCF4 ഉണ്ട്, സ്ക്വയർ പ്ലെയിനാർ ആണ്.
അടുത്തത് ക്ലോറോഫോം ആണ്. ക്ലോറോഫോം CHCl3 ആണ് ക്ലോറോഫോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. IF5 ഉണ്ട്, സ്ക്വയർ പിരമിഡൽ ആണ്. പിരിഡീൻ ഉണ്ട്, C5H5N ആണ്, പ്ലെയിനാർ ആണ്. എഥിലീൻ ഉണ്ട്, പിന്നെ ട്രാൻസ് 1,2 ഡൈക്ലോറോ എത്തി അതുണ്ട്. അപ്പൊ ഈ മോളിക്യൂൾസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടൊന്നുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യത കൊണ്ട് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇനി ടെക്സ്റ്റ് ബുക്ക് ഇത് ശരിക്കും എന്താ പറയാ 5th സെമസ്റ്ററിലുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അതിന് ഈ കൊല്ലം നിങ്ങൾ വന്ന ഈ കൊല്ലം എന്താ പറയാ സിലബസ് റിവിഷൻ കാരണമാണ് ഈ എന്താ പറയാ തേർഡ് സെമസ്റ്ററിലേക്ക് വന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ സീനിയേഴ്സിന്റെ കയ്യിൽ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മേടിക്കുകയോ അത് എന്താ പറയാ ഫോട്ടോ ആയിട്ട് ഫോട്ടോ എടുത്ത് തരാൻ സീനിയേഴ്സിന്റെ അടുത്ത് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ അത് അതേപടി കോപ്പി ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അത് പഠിച്ച് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കി അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി മാത്രം ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സീനിയേഴ്സിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അത് തന്നെ നോക്കി ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ക്ലോറോഫോം എങ്ങനെയായിരിക്കണേ അതിന്റെയൊക്കെ സ്ട്രക്ചർ കിട്ടും. ക്ലോറോഫോമിൽ സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ക്ലോറോഫോം എന്ന് പറഞ്ഞ മോളിക്യൂള് പിരമിഡൽ സ്ട്രക്ചർ ഉള്ള ഒരു മോളിക്യൂളാണ്. പിരമിഡൽ അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ അതായിരിക്കും നല്ലത്. ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ടി ഡി ആണ് ടെട്രാഹെഡ്രലിന്റെ പോയിന്റ് ഗ്രൂപ്പ്, അത് ഇടാൻ തോന്നും. അതുകൊണ്ട് ഞാൻ ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നില്ല. മെയിനായിട്ടും പിരമിഡൽ സ്ട്രക്ചർ ആണ് അതിന് വരിക. പിരമിഡൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പോലെ വരും? നമ്മുടെ എന്താ പറയാ അമോണിയയുടെ പോലെ വരും. അപ്പൊ അമോണിയയുടെ പോയിന്റ് ഗ്രൂപ്പാണ് അതിന് വരുന്നത്. ഞാനൊരു ക്ലൂസ് തരുന്നുണ്ട്. ക്ലൂസ് മാത്രം ഞാൻ തരികയാണ്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്താ പറയാ ഇതില് സംശയം ഉണ്ടാവോ? 1,3,5 ട്രൈബ്രോമോ ബെൻസീൻ. അത് ഞാൻ പറഞ്ഞു പ്ലെയിനാർ മോളിക്യൂൾ ആണ്. പ്ലെയിനാർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ BF3യുടെ പോലെയാണ് അത് വരിക. BF3ക്ക് പോയിന്റ് ഗ്രൂപ്പ് പോലെ തന്നെ വരും. പിന്നെ ഉള്ളത് PF5 ആണ്, ട്രൈഗണൽ ബൈപിരമിഡൽ എന്ന് പറഞ്ഞു. ട്രൈഗണൽ ബൈപിരമിഡൽ എന്ന് പറഞ്ഞു കഴിയുമ്പോ സിഗ്മ എച്ച് ഉണ്ടാവും. അത് മാത്രല്ല സിഗ്മ വീസും ഉണ്ടാവും. അപ്പൊ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് ഏകദേശം ഡൈഹെഡ്രൽ എന്താ പറയാ 3 C2 ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി അബവ് ആക്സിസ് C3 ആക്സിസ് ഉള്ളത് കൊണ്ട് ഡൈഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ്സ് ആണ് അത് വരുന്നത്. ജസ്റ്റ് ക്ലൂസ് ഞാൻ തരിക കേട്ടോ. ക്ലൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ പിന്നാലെ പോവാവുന്നതാണ്. ഇനി XCF4 ആണ്, സ്ക്വയർ പ്ലെയിനാർ മോളിക്യൂൾ ആണ്. അതിന് C4 ആക്സിസ് ആണ് ഉണ്ടാവുക. C4 ആക്സിസ് സ്ക്വയർ പ്ലെയിനാർ ആയതുകൊണ്ട്. പിന്നെ സിഗ്മ എച്ച് ഉണ്ട്. അത് മാത്രമല്ല പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് ഉണ്ട്. അതുകൊണ്ടും ഡൈഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് ആണ് അതിന് വരിക. ഏത് ഡൈഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് ആണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി എല്ലാത്തിനും ഞാൻ ക്ലൂ തരികയാണ്. IF5 എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡൽ ആണ്. സ്ക്വയർ പിരമിഡൽ ആയതുകൊണ്ട് തന്നെ സ്ക്വയർ പിരമിഡൽ ആണ്. സ്ക്വയർ പിരമിഡൽ ആയതുകൊണ്ട് തന്നെ C4 ആക്സിസ് ഉണ്ടാവും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസും ഉണ്ട്. പക്ഷെ സിഗ്മ എച്ച് ഇല്ലാത്ത ഒരു മോളിക്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ അത് C2 ആക്സിസ് ഇല്ല. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് ഇല്ലാതെ കൊണ്ട് ഡൈഹെഡ്രൽ ആയിട്ട് വരില്ല. സാധാരണ പോലെ എന്താ പറയാ നമ്മുടെ അമോണിയൊക്കെ പോലെ തന്നെയാണ് വരിക. സിയിൽ പെടുന്ന പോയിന്റ് ഗ്രൂപ്പ് ആണ്. ഡൈഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് അല്ല, സിയിൽ പെടുന്ന പോയിന്റ് ഗ്രൂപ്പ് ആയിട്ടാണ് അത് വരിക. നെക്സ്റ്റ് പിറിഡീൻ ആണ്. പിറിഡീൻ ഞാൻ പറഞ്ഞു പ്ലെയിനാർ ആണ്. പ്ലെയിനാർ ആയതുകൊണ്ട് തന്നെ C2 ആക്സിസ് ഉണ്ട്. പക്ഷെ C2 ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി C2 above C2 ആക്സിസ് ഇല്ല.
സിഗ്മ എച്ചും ഇല്ല, അതുകൊണ്ട് സി ഗ്രൂപ്പിലാണ് വരിക. സി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ, അതായത് വാട്ടർ മോളിക്യൂൾ ഒക്കെ പ്രസന്റ് ആയിട്ടുള്ള പോലത്തെ വാട്ടർ മോളിക്യൂൾ C2V ആണ്. അതുപോലത്തെ ഒരു പോയിന്റ് ഗ്രൂപ്പാണ് ഇതിനും വരിക. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ C2V തന്നെയാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇസ് എഥിലീൻ മോളിക്യൂൾ ആണ്. എഥിലീൻ മോളിക്യൂളിന്റെ പ്രത്യേകത പ്ലെയിനാർ ആണ്. C2 ആക്സിസ് ഉണ്ട്, പെർപെൻഡിക്കുലർ ടു ദ മോളിക്കുലർ പ്ലെയിൻ ആണ്. പക്ഷെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒറ്റ C2 ആക്സിസ് ഇല്ല. സിഗ്മ എച്ച് ഉണ്ട്, ഈ C2 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് C2 ആക്സിസ് മോളിക്കുലർ പ്ലെയിനിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല സിഗ്മ എച്ചും ഉണ്ട്, അപ്പൊ ഡൈഹെഡ്രൽ ഗ്രൂപ്പിലാണ് അത് വരിക. അടുത്ത മോളിക്യൂള് അപ്പൊ ക്ലൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക. ക്ലൂ കിട്ടിയ അനുസരിച്ച്, അതായത് C2 ആക്സിസ് ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിന്നെ C2 ആക്സിസ് ഉണ്ട്, സിഗ്മ എച്ചും ഉണ്ട്, അപ്പൊ ഡൈഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് ഏതാ വരിക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ട്രാൻസ് 1,2 ഡൈക്ലോറോ എത്തീൻ ആണ്. ട്രാൻസ് 1,2 ഡൈക്ലോറോ എത്തീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ C2 ആക്സിസ് ഉണ്ട്, പെർപെൻഡിക്കുലർ ടു ദി മോളിക്കുലർ പ്ലെയിൻ ഉണ്ട്, പക്ഷെ വേറെ C2 ആക്സിസ് ഇല്ല പെർപെൻഡിക്കുലർ ആയിട്ട്. ഈ C2 ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ പോയിന്റ് ഗ്രൂപ്പ് ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് സിഗ്മ എച്ചും ഉണ്ട്. അതുകൊണ്ട് പോയിന്റ് ഗ്രൂപ്പ് C2H വരാനാണ് സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മോളിക്യൂൾസിന്റെ പോയിന്റ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷന്. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ കൂടി തരാണ്. ഐഡന്റിഫൈ ദ സിമെട്രി എലമെന്റ്സ് പ്രസന്റ് ഇൻ BF3 അമോണിയ ആൻഡ് CH6 മോളിക്യൂൾസ്. അത് വളരെ സിമ്പിൾ ആണ്, അതിന്റെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചതാണ്. BF3 ട്രൈഗണൽ പ്ലെയിനാർ ആണ്. അതിന്റെ നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്, വീണ്ടും എഴുതുന്നത് മാത്രം. C3V നമ്മള് D3H നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, D3H. അമോണിയ ഉണ്ട്, അമോണിയ പിരമിഡലാണ്, അതാണ് C3V ഞാൻ പറഞ്ഞത്, അപ്പൊ അതും അറിയാവുന്നതാണ്. പിന്നെ പ്ലെയിനാർ എക്സഗൺ ആയിട്ടുള്ള എന്താ പറയുക ബെൻസീൻ മോളിക്യൂൾ ആണ്. ബെൻസീൻ മോളിക്യൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C6 ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കുറെ C2 ആക്സിസ് വരും, അതുകൊണ്ട് ഡൈഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പിലാണ് അത് വരിക. ഏത് ഡൈഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിന്റെ അസൈൻമെന്റ് ചെയ്യുക. അസൈൻമെന്റ് ഒരു വ്യാഴാഴ്ചക്കകം സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതോടെ ഞാൻ നിർത്തുന്നു ഈ ക്ലാസ്. ഓക്കെ, ചെയ്ത് നോക്കുക. ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോന്ന് പറയുക. എന്നിട്ട് മനസ്സിലാവണമെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.